ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള മുന്നൊരുക്കത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കടക്കുകയാണ്. പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇത്തവണ ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുക. ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ കളത്തിലിറക്കാനാവും ഇന്ത്യ ശ്രമിക്കുക. എന്നാൽ സമീപകാലത്തെ ഇന്ത്യയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതിനാൽ ചാമ്പ്യൻസ് ട്രോഫിയിലും ടീമിന് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ ചങ്കിട് പേറ്റി മറ്റൊരു തിരിച്ചടി കൂടി ടീം നേരിട്ടിരിക്കുകയാണ്. സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ പരിക്കിന്റെ പിടിയിലായിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ 5ാം ടെസ്റ്റിന്റെ പരിക്കേറ്റ ബുംറയ്ക്ക് ഇംഗ്ലണ്ട് പരമ്പരയും ചാമ്പ്യൻസ് ട്രോഫിയും നഷ്ടമാവുമെന്നാണ് റിപ്പോർട്ട്. ബുംറ കളിക്കാതിരുന്നാൽ അത് ഇന്ത്യയെ കാര്യമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല. ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യ ആരെയാവും പകരക്കാരനായി പരിഗണിക്കുക എന്നതിന്റെ ഉത്തരങ്ങളിൽ ആദ്യത്തേത് പ്രസീദ് കൃഷ്ണ ആണ്. ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ പരമ്പരയിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ പേസറാണ് പ്രസീദ് കൃഷ്ണ. ഭേദപ്പെട്ട പ്രകടനത്തോടെ പ്രസീദ് മികവ് കാട്ടുകയും ചെയ്തിരുന്നു. ഉയരക്കൂടുതലുള്ള പേസർക്ക് ദുബായിലെ സാഹചര്യം അനുകൂലമാണ്. സ്വാഭാവിക ബൗൺസ് കൈവശമുള്ള പ്രസീദിനെ ഇന്ത്യ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇക്കണോമി കാത്ത് പന്തെറിയാനോ തുടർച്ചയായ യോർക്കറിലൂടെ മത്സരത്തിന്റെ ഗതി മാറ്റാനോ പ്രസീദിന് കഴിവുണ്ടെന്ന് കരുതാനാവില്ല. കൂടാതെ സ്വിംഗ് പേസറായ മുകേഷ് കുമാറിനെയും ഇന്ത്യ പരിഗണിച്ചേക്കും. അതിവേഗ പേസർ അല്ലെങ്കിലും മികച്ച ലൈനും ലെങ്തും ഉപയോഗിച്ച് വിക്കറ്റ് വീഴ്ത്താൻ മുകേഷിന് കഴിവുണ്ട്. ഇന്ത്യക്കായി ഇതിനോടകം അരങ്ങേറിയെങ്കിലും നിലവിൽ മുകേഷ് ടീമിന് പുറത്താണ്. ബുംറയുടെ അഭാവത്തിൽ ഏകദിന ടീമിലേക്ക് മുകേഷിനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സമീപകാലത്തായി ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന മുകേഷിനെ ഇന്ത്യ ബുംറയ്ക്ക് പകരക്കാരനായി പരിഗണിച്ചേക്കും. അടുത്തത് ആകാശ് ദീപ് ആണ്. RCBയിലൂടെ മികവ് കാട്ടി വളർന്ന ആകാശ് ദീപ് ഇന്ത്യക്കായി ഇതിനോടകം ടെസ്റ്റ് കളിച്ച് മികവ് കാട്ടിയിട്ടുണ്ട്. എന്നാൽ പരിമിത ഓവറിൽ അവസരം ലഭിച്ചിട്ടില്ല. ഭേദപ്പെട്ട വേഗതയിൽ പന്തെറിയുന്ന ആകാശ് വിക്കറ്റ് വീഴ്ത്താനും മികവ് കാട്ടുന്ന ബൗളറാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ടീമിന് ഉപകാരിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആകാശ് ദീപിന് അവസരം നൽകുന്നതിനെ കുറിച്ചും ആലോചിച്ചേക്കും. ഗൗതം ഗംഭീറിനും താല്പര്യമുള്ള പേസർമാരിൽ ഒരാളാണ് ആകാശ്. ബുംറയുടെ വിടവ് നികത്താൻ ആർക്കും ആവില്ലെങ്കിലും യോർക്കറിലൂടെ വിക്കറ്റ് നേടാനും ആകാശിന് കഴിവുണ്ട്. ഇന്ത്യക്കായി ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയ ഹർഷിത് ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്. എന്നാൽ പരിമിത ഓവറിലേക്ക് ഹർഷിതിനെ ഇന്ത്യ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ന്യൂ ബോളിൽ മികവ് കാട്ടാൻ ഹർഷിതിന് സാധിക്കും. ആഭ്യന്തര ക്രിക്കറ്റിലും IPLിലും ഭേദപ്പെട്ട റെക്കോർഡാണ് ഹർഷിതിന് അവകാശപ്പെടാൻ സാധിക്കുക. അതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ തയ്യാറെടുക്കുന്ന താരമാണ് ദീപക് ചഹാർ. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ദീപക് ചഹാറിന്റെ ബൗളിംഗ് ഇന്ത്യക്ക് മുതൽക്കൂട്ടായേക്കും. നന്നായി സ്വിംഗ് കണ്ടെത്തുന്ന ബൗളറാണ് ദീപക്. എന്നാൽ ഡെത്ത് ഓവറിലെ താരത്തിന്റെ പ്രകടനം അത്ര മികച്ചതല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ദീപക് മികവ് കാട്ടും. IPLിൽ CSKയിലൂടെ വളർന്ന താരമാണ് ദീപക്. പരിക്കിന്റെ വിശ്രമത്തിന് ശേഷം മുഹമ്മദ് ഷമിയും തിരിച്ചു വന്നേക്കും. ഷമി പരിശീലനം ആരംഭിച്ചത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. ബുംറയുടെ വിടവ് നികത്താൻ ഷമിയെ പോലൊരു സീനിയർ പേസറെ ഇന്ത്യക്ക് അത്യാവശ്യമാണ്. വൈകാതെ തന്നെ ഷമി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്.